സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിലെ ഒരു 6 കാർഡ് സ്പ്രെഡാണ് എടുക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മിഡിൽ കാർഡ് നോക്കാം. മിഡിൽ കാർഡ് മേജർ ആർക്കന കാർഡാണ്. നിങ്ങൾക്കുള്ള സ്പിരിച്വൽ ലെസൺ നോക്കുമ്പോൾ ജഡ്ജ്മെൻ്റ് എന്നുള്ള കാർഡാണ്. ജഡ്ജ്മെൻ്റ് എന്നുള്ള കാർഡ് പറയുന്നത് ഒരു വേക്കപ്പ് കോൾ, ഒരു ദൈവനിയോഗം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ആഹ്വാനം, അവൈക്കണിങ്. അതായത് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിന് ശേഷം വരുന്ന കാർഡാണ്. അതായത് ലൈഫിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം, ഒരു വ്യക്തത ഉണ്ടായിട്ട് കാര്യങ്ങളിലേക്ക് നിങ്ങളൊരു ജഡ്ജ്മെൻ്റ് എടുക്കാനായിട്ടുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്ന്. അവൈക്കനിങ്ങിൻ്റെ കാർഡാണ്, വേക്കപ്പ് കോളിൻ്റെ കാർഡാണ്. അടുത്ത കാർഡ് റൈറ്റ് സൈഡിലെ ഏറ്റവും മുകളിലെ കാർഡ്. റൈറ്റ് സൈഡിലെ ഫസ്റ്റ് കാർഡ് എന്താണ് ഭൗതികമായി നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നത്? ഏസ് ഓഫ് സോഴ്സാണ്. അതായത് പുതിയ അവസരങ്ങൾ, പുതിയ തുടക്കങ്ങൾ, ചിന്തയിൽ ക്ലാരിറ്റി ഉണ്ടായിട്ട് പുതിയ തുടക്കങ്ങൾ വരികയാണ്. പക്ഷെ അതാണ് ഇവിടെ ഹോൾഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തയിൽ ക്ലാരിറ്റി ഇല്ല, ആശയക്കുഴപ്പമാണ്. പുതിയ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ്. അപ്പോൾ നിങ്ങളൊരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ചിന്തയിൽ ക്ലാരിറ്റി വരുത്തിയിട്ട് തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. അതാണ് അവിടെ ഭൗതികമായ ഹോൾഡായിട്ട് വരുന്നത്. ചിന്തയിൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ്. അതിന് താഴെയുള്ള കാർഡ് ഫാമിലി ചുറ്റുപാടുകൾ നിങ്ങളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യണം നോക്കുമ്പോൾ 9 ഓഫ് കപ്സ് ആണ്. വളരെ നല്ല കാർഡാണ്, വിഷ് കാർഡാണ്, പോസിറ്റീവ് കാർഡാണ്. അതായത് ബന്ധങ്ങളിൽ നിങ്ങൾക്ക് സംതൃപ്തിയും സന്തോഷവും കൊണ്ടുവരുന്ന ഒരു ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ ഫാമിലി ചുറ്റുപാടുകൾ നിങ്ങൾക്ക് ഫേവറാണ്, പോസിറ്റീവ് കാർഡാണ്. ഇനി ലെഫ്റ്റിൽ താഴത്തെ കാർഡ് നിങ്ങളുടെ ആന്തരിക സംഘർഷം, 2 ഓഫ് വാൻഡ്സ്. അതായത് ഒരു പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. എന്തൊരു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ നമുക്ക് കൃത്യമായ ആലോചനകൾ അത്യാവശ്യമാണ്. പുതിയ നിക്ഷേപങ്ങളോ പുതിയ തൊഴിലോ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ ഒരു കൃത്യമായ ആലോചന അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ പ്ലാനിങ്ങിലാണ്. അതാണ് ആന്തരിക സംഘർഷം. ഇനി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയണത്? അതിന് മുകളിലുള്ള കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വരുമാന മാർഗം വരികയാണ്, ധനവികസന സാധ്യത, ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവാൻ പോണു. അപ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ വരുമ്പോൾ അധ്വാനം അത്യാവശ്യമാണ്. അതിന് ഏറ്റവും മുകളിലത്തെ കാർഡ് എവിടേക്കാണ് പോണത്? 9 ഓഫ് വാൻഡ്സ് ആണ്. അതായത് 7 ഓഫ് വാൻഡ്സ് വരെ സ്ട്രഗിളിങ് ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ സ്ട്രഗിളിങ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ ക്ഷീണിച്ചു. എന്നാലും വീണ്ടും ആ ഇന്നർ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഉത്സാഹത്തോടു കൂടി വീണ്ടും കൂട്ടായ്മ രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ഹാർഡ് വർക്കിൻ്റെ ഡെഡിക്കേഷൻ്റെ ഫലമായി നിങ്ങളിലേക്ക് അച്ചീവ്മെൻറ്റും സക്സസ്സും വരുന്നു എന്നുള്ളതാണ് ഈ പോസിറ്റീവായിട്ടുള്ള 9 ഓഫ് വാൻഡ്സ് ഉള്ള കാർഡുകൾ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.